അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി പരിപ്പും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ ബദാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് പിസ്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് മാത്രം മതി. അപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നെയ്യിൽ നിന്ന് ഇതങ്ങ് മാറ്റാം. അപ്പോൾ ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് 1 കപ്പ് വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കനം കുറഞ്ഞ വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. മറ്റ് കനമുള്ള വെർമസല്ലിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത വെർമസല്ലി ആണെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത വെർമസല്ലി ആണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ നിറം കുറച്ചും കൂടെ ഒരു ഗോൾഡൻ നിറമാവും. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മൂത്ത് നല്ലൊരു മണം വരും. ഇപ്പൊ വെർമസല്ലി എല്ലാം മൂത്ത് നല്ലൊരു മണം വന്നിട്ട് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ അടുത്തതായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 1 കപ്പ് പഞ്ചസാര ഇപ്പൊ വേണ്ട, ഒരു 1/4 കപ്പ് പഞ്ചസാര മാറ്റി വെക്കാം. 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു 3/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം, പിന്നീട് ആവശ്യമുണ്ട്. ഇനി ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. അതൊന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് സമയമാകുമ്പോൾ ഇത് ഒരു ചെറിയൊരു ഗോൾഡൻ നിറം ഈ വശങ്ങളിലോട്ടാവും. അപ്പോൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ കണ്ടില്ലേ, ഈ വശത്തൊക്കെ പഞ്ചസാര ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം വെച്ചു കൊടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറം ആവരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കാരമലൈസ് ആവണം. പഞ്ചസാര ഒരു ഗോൾഡൻ നിറത്തിൽ കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടകൾ പോലെ കിടക്കുന്നത് എല്ലാം ഒന്ന് മെൽറ്റായി വരും. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതൊന്ന് മെൽറ്റായി വരും. ഇപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടന്നില്ലേ, അതെല്ലാം എന്താ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച ഒരു 1/4 കപ്പ് പഞ്ചസാരയില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ഇതിന്റെ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ തല്ലി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് നമുക്ക് വറ്റി വരണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇടാം. ഇനി ഈ പാൽപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റി പോകരുത്. ചെറുതായിട്ടൊന്ന് വറ്റി തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. മുഴുവൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമസല്ലി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ വെർമസല്ലിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഒരു 5-6 മിനിറ്റ് ഒക്കെ എടുക്കും.
ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. ഇത് ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത് കാണാൻ കുറഞ്ഞ വെർമസല്ലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ലതുപോലെ കുറുകി ഒരു ടെക്സ്ചറാണ് ഇതിന് വേണ്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാരമൽ പായസമാണ്. അപ്പം നമ്മൾ വെർമസല്ലിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 7 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകരുത്. ഈ ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ച് അങ്ങ് ഒരുപാട് അങ്ങ് കട്ടിയായി പോവും. നല്ല കുറുകിയ പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഒരു ക്രീമി ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ ഈ ക്രീമി ടെക്സ്ചറിലാണ് എടുക്കുന്നത്. ഇനി പാൽപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഇത് ഇളക്കി കുടിക്കാൻ വേണം. ഒരു കൈ കൊണ്ട് ഈ പാൽപ്പൊടിയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഇപ്പോഴാണ് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പാൽപ്പൊടിയുടെ മിക്സും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഡ്രോപ്പ് റോസ് വാട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതാ 1 ഡ്രോപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിതിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഈ റോസ് വാട്ടർ ചേർക്കുമ്പോൾ. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പൊ നമ്മുടെ കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം കാരമൽ സേമിയ പായസം തയ്യാറാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്